LPST, UPST റാങ്ക് ലിസ്റ്റുകാരുടെ സമരം സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കൊറോണയാണ് എല്ലാവരെയും ചതിച്ചത്. എങ്ങനെയാണ് കൊറോണ ചതിച്ചതെന്നറിയോ? കൊറോണ വന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ ഒരു തള്ളിക്കയറ്റാണ് ഉണ്ടായത്. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും കുട്ടികൾ അധികമായി എത്തി തുടങ്ങി. ആ സമയത്ത് ഒരുപാട് പോസ്റ്റുകൾ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ കഴിഞ്ഞപ്പോഴേക്കും സ്കൂളുകളിൽ വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. വന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെ തിരിച്ചുപോയി. ആ സമയത്ത് ഒരുപാട് പോസ്റ്റുകളിൽ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് സ്കൂളുകളിൽ കൊറോണ മൂലം ഒരുപാട് ഡിവിഷനുകളാണ് അധികമായി എത്തിയത്. ആ അധികമായി വന്ന ഡിവിഷനുകളിലൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന PSC റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് അധ്യാപകരെ നിയമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ കൊറോണ കഴിഞ്ഞതോടുകൂടി ഇതിനൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചു. എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെ തിരിച്ചുപോയി. സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു. പുതുതായി നിയമിക്കപ്പെട്ട അധ്യാപകർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ശരിക്കും പുതിയ നിയമനങ്ങൾ നടക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതുതായി വരുന്ന ഒഴിവുകളെല്ലാം മുമ്പ് അധികമായി നിയമിക്കപ്പെട്ട ഈ അധ്യാപകരാൽ ഫില്ല് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2-3 വർഷം ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ കൂടുതലായി അഡ്മിഷൻ എടുപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതലായി കുട്ടികൾ സ്കൂളിലേക്ക് വന്നാൽ മാത്രമേ പുതുതായിട്ടുള്ള നിയമനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യം ഗവൺമെന്റിനും അറിയാം, ഈ സമരം നടത്തുന്ന ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് 1:30 എന്ന റേഷ്യോ മാറ്റി 1:25 എന്ന റേഷ്യോയിലേക്ക് മാറ്റണമെന്ന് അവർ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആവശ്യം ന്യായമായ ആവശ്യം തന്നെയാണ്. അത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ഒരു സമരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അല്ല, മറിച്ച് നമ്മുടെ ഒരു മനോഭാവമാണ്. ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കാനുള്ള രക്ഷിതാക്കളുടെ വിമുഖതയാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറയാൻ കാരണവും ഇപ്പോഴുള്ള ഈ ഒരു PSC റാങ്ക് ലിസ്റ്റിന്റെ പ്രതിസന്ധികൾക്ക് കാരണവും.